ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഈ ഒരു 1 വീക്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോണതെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു 1 വീക്കിൽ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു യൂണിയൻ സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് വരാം. വളരെയധികം സന്തോഷം ഉണ്ടാകാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. 5 ഓഫ് കപ്പ്, പേജ് ഓഫ് സോഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, 3 ഓഫ് കപ്സ്, ചാരിയറ്റ്, സ്റ്റാർ, ലവേഴ്സ്, സോഴ്സ്, ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വളരെയധികം വിഷമം ഉണ്ടായിരുന്ന ആൾക്കാർ നിരാശയിലും വിഷമത്തിലും ഒക്കെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വളരെ വിഷമിച്ചിരുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം വരുന്നു എന്നാണ് ഈ 9 ഓഫ് കപ്സ് പറയുന്നത്. പിന്നെ പേജ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും തന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിന് ഫലമായിട്ട് ചിലപ്പോൾ PSC പഠിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയൊരു കോഴ്സ് പഠിക്കാനോ ഒക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഏസ് ഓഫ് പെൻറ്റക്കിളും ജസ്റ്റിസും വന്നിട്ടുണ്ട്. ജസ്റ്റിസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു നീതി കിട്ടുന്ന ഒരു എനർജിയാണ്. അതെന്ത് കാര്യത്തിലാണെന്ന് കൂടി നോക്കാം. ജസ്റ്റിസ്, നിങ്ങൾക്ക് നീതി കിട്ടുന്നു. എന്തുകൊണ്ടാണ്? 10 ഓഫ് പെൻറ്റക്കിൾസ്. ഇതിൽ കുറേ അധികം ആൾക്കാർക്കും ഇത് ഹസ്ബൻഡും വൈഫും ആണ്. എല്ലാവർക്കും അല്ല എങ്കിലും കുറേ ആൾക്കാർക്ക് ഇതൊരു ഹസ്ബൻഡും വൈഫും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇൻവോൾവ്ഡ് ആയ ഒരു റിലേഷൻഷിപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൂർണ്ണമായും വിട്ടുപോകാൻ പറ്റൂലായിരിക്കാം. അഥവാ ബ്രേക്കപ്പ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നവർ അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള 3 ഓഫ് കപ്സ് ആണ്. ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ 9 ഓഫ് കപ്പും 9 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷന് വളരെ പ്രാധാന്യം കുറയുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. സന്തോഷം നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കണ്ടെത്തുന്ന ഒരു സമയമാണ് കാണുന്നത്. കാരണം 9 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്, 9 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു നല്ല തുടക്കമാണ്. 9 എന്ന് പറയുന്നത് ഒരു എൻഡിങ് ആണ്, ഒരു നല്ല തുടക്കം. നല്ല തുടക്കം എന്ന് വെച്ചാൽ വളരെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നൊരു സമയമാണ് ഈ ഒരു 1 വീക്ക്. പിന്നെ ചാരിയറ്റാണ്. അത് 2 സിറ്റുവേഷനിലെ ഇടയിൽ അത് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഈ സ്റ്റാർ കാണിക്കുന്നത്. 2 പ്രയോറിറ്റീസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ അതിൽ തന്നെ അവർക്ക് നിങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് തരേണ്ടി വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത്. സ്റ്റാർ എന്ന് പറയുമ്പോൾ പിന്നെ പാസ്റ്റിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഹീലാകുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട്. അപ്പോൾ പരസ്പരം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ ചെയ്ത ചീറ്റിംഗ് ഒന്നും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അങ്ങനെ ഇരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ആ ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ മാറി അതൊക്കെ ആ പെയിനൊക്കെ ഹീലാകുന്നു എന്നാണ് കാണുന്നത്. കറക്റ്റാണ്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതൊരു ചീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു എനർജിയാണ്. തൊട്ടടുത്ത് നമുക്ക് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഒരു യൂണിയനാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി
ഈ സ്റ്റാറും ലവേഴ്സ് കാർഡും കൂടെ വരുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള പോലുള്ള സ്ഥാനം വേറെ ആർക്കും ഇല്ല എന്ന് അവർ സ്വയം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇപ്പം ചിലപ്പോൾ പാസ്റ്റിൽ അവർക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല, അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളെന്താണ്, അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാതിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു യൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ സോൾ കണക്ഷൻ എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നൊരു അത് അങ്ങനെ ആ ഒരു തലത്തിലേക്ക് പോകാതിരിക്കുക. സോൾമേറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പാസ്റ്റ് ലൈഫിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഇവർ. അപ്പോൾ ഇപ്പം എല്ലാവരും റിലേഷൻഷിപ്പ് എല്ലാം ടിൻ ഫ്ലെയിം ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ടിൻ ഫ്ലെയിമിന് ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേണിലൂടെ മാത്രം സഞ്ചരിക്കുന്നു, അവരൊരു വഴി വെട്ടിയിട്ടുണ്ട്, ആ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്നൊരവസ്ഥയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അതിനെ മാത്രം ഫോളോ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനുള്ളൊരു ടൂളായിരിക്കാം. അവരുടെ കർമ്മ കഴിഞ്ഞ് കഴിയുമ്പം അവരെ വെറുതെ വിടുക. ഇപ്പോൾ നമ്മളുടെ ഫാമിലി അല്ലാത്ത ആൾക്കാരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ റിലേഷൻഷിപ്പിൽ കൂടുതൽ ആൾക്കാരെ ഇപ്പോൾ ടിൻ ഫ്ലെയിമിനെ ശരിക്കും അങ്ങ് പ്രൊമോട്ട് ചെയ്ത് ഇതെൻ്റെ ടിൻ ഫ്ലെയിമാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ടിൻ ഫ്ലെയിമിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ടാരോ റീഡിങ് ഫെമിലിയറായ സമയത്താണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വരാൻ തുടങ്ങിയത്. അതിന് മുന്നേ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചൊന്നും നമുക്ക് അത്രത്തോളം അറിയില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിവരമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പം മറ്റുള്ളവർക്ക് ഏകദേശം അങ്ങനെ ആയിട്ട് ഞാൻ ആ സമയത്തൊക്കെയാണ് ഇത് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നൊരു കാര്യം കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാറ്റേണിലൂടെ പോകാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കാണ്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ആളിനല്ല. ഇവർ നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു പർപ്പസ് ഉണ്ട്. പിന്നെ ഈ ലവേഴ്സ് കാർഡൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ കൂടുതൽ സോൾ കണക്ഷനുള്ള, ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ഇത്രയധികം ഇൻറ്റിമസി തോന്നുള്ളൂ. വേറെ ഒരാളോടും തോന്നാത്ത തരത്തിലുള്ള ഒരു അങ്ങനത്തെ ഒരു പ്രണയം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നാം. അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഒരാളിനോടായിരിക്കും അങ്ങനെ ഒരു കാര്യം തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം തോന്നുന്നത് ഒരേ ഒരു വ്യക്തിയോട് മാത്രമേ തോന്നുള്ളൂ. അപ്പം അതെല്ലാം ടിൻ ഫ്ലെയിം ആണ് എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോകാതിരിക്കുക. ഒരു സോൾ ബോണ്ടുള്ള ആൾക്കാർ അങ്ങനെയാണ്. ഇവർ വരുന്നത് പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ എൻ്റർ ചെയ്തത് പോലും നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ വലിയൊരു പെയിൻ തന്നിട്ടായിരിക്കും ആ ഒരു പർപ്പസ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ഒരു ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ജേണിയിലേക്ക് പോകാതിരിക്കുക. അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു പാറ്റേൺ പിന്തുടരുമ്പോൾ നമുക്ക് വേറൊന്നിലും ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പോൾ റണ്ണറാണ്, ചേസറാണ്, പിന്നെ DF DM ഇങ്ങനെ മാത്രമുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും അങ്ങനെ നമ്മളുടെ വ്യക്തിത്വം പോലും മാറിപ്പോകുന്നു. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഇൻഡിവിജ്വലിനെ മാറ്റി നിർത്തി അത് ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് മാത്രമായി പോകുന്നു. നിങ്ങളുടെ അസ്തിത്വം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് പറ്റൂല. അതെപ്പോഴും ചിന്തിക്കണം. ഈ ഒരു ജന്മത്തിൽ നമ്മളുടെ കർമ്മ പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ജന്മത്തിലും ഇതൊക്കെ ഒരു കാർമ്മികമായിട്ട് വീണ്ടും നമ്മളുടെ പുറകെ വരും. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ ഈ ജന്മത്തിൽ നമ്മളുടെ മുന്നിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് നമ്മൾ എത്ര പ്രയോറിറ്റി കൊടുക്കണം, അവർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ആ ഒരു കാര്യം, നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളൊരു കാര്യം, ഇതെല്ലാം പൂർണ്ണമായും നമ്മൾ മറ്റൊരാളിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതല്ല. പക്ഷേ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുമ്പോൾ വേറെ എല്ലാവർക്കും പ്രാധാന്യം കുറയുകയും ടിൻ ഫ്ലെയിമിന് മാത്രം പ്രാധാന്യം കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതത്തിൻ്റെ പാറ്റേൺ പോലും മാറിപ്പോവും. അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. കാരണം കുറേയധികം ആൾക്കാർ, റീഡിങ്ങിന് വരുന്ന ആൾക്കാർ ടിൻ ഫ്ലെയിം ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇത് വീട്ടിലൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടായി പിന്നെ
ഒരു തരത്തിലും വീട്ടിലും അക്സെപ്റ്റബിൾ അല്ല, ഈ വ്യക്തിക്കും നമ്മളെ സ്വീകാര്യമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരു തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്, അങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ഈ സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാനൊന്നും പറ്റൂല. അപ്പോൾ ആ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ന് തന്നെയാണ് ഈ ഒരു 1 വീക്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലതാണ്, സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഓർത്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാണ്. കാരണം കുറേ ആൾക്കാരിങ്ങനെ സംശയം ചോദിക്കാറുണ്ട്, ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ യൂട്യൂബിൽ നിറയെ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണുള്ളത്. അതെങ്ങനെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ടാകാം, വിവാഹത്തിന് മുന്നേ ആകാം, അതങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ അതെല്ലാം എൻ്റെ ടിൻ ഫ്ലെയിം ആണ് എന്നുള്ള ചിന്ത മാറ്റിവെക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു 1 വീക്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.